ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഗ്രേഡ് 7 ഇൻഡിജേഴ്സ് എന്ന ചാപ്റ്ററിലെ തേർഡ് എക്സസൈസിലെ സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. നിങ്ങൾ ഇൻട്രഡക്ഷൻ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കൂട്ടുകാരെ എല്ലാവരും അത് കണ്ടിട്ട് വേണം നമ്മുടെ സൊല്യൂഷൻ വീഡിയോസ് കാണാനായിട്ട്. ഇൻട്രഡക്ഷൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും അത് കാണണം. അത് മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ഷെയർ ചെയ്യണേ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണേ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്, എയും ബിയും. നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കാണുന്നത് 18 ഇൻറ്റു 7 പ്ലസ് മൈനസ് 3 ഈക്വൽസ് ടു 18 ഇൻറ്റു 7 പ്ലസ് 18 ഇൻറ്റു മൈനസ് 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രമേ സോൾവ് ചെയ്യാൻ നിങ്ങൾ തുടങ്ങാവൂ. ഇവിടെ ഇക്വേഷൻ സൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം എന്താ, നമ്മുടെ ഇതിന്റെ LHSഉം RHSഉം ഈക്വൽ ആണ് അല്ലേ? ഇത് ഈക്വൽ ആണെന്ന് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്താലാണ് നമുക്ക് വെരിഫൈഡ് എന്ന ആൻസർ എഴുതാൻ പറ്റുള്ളൂ. നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം ഇതിന്റെ LHS ചെയ്ത് നോക്കാം. LHSൽ എന്താ ഉള്ളത്? 18 ഇൻറ്റു 7 പ്ലസ് മൈനസ് 3 അല്ലേ? അപ്പൊ ഇതാദ്യം നമുക്ക് സോൾവ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് RHS നോക്കാം കേട്ടോ. അപ്പോൾ 18 ഇൻറ്റു എന്നിട്ട് 7 പ്ലസ് മൈനസ് 3 ചെയ്തു. 7 പ്ലസ് മൈനസ് 3 എന്ന് പറയുമ്പോൾ രണ്ടിന്റെ സൈന് ഡിഫറൻ്റ് ആണ്. വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ സൈൻ പോസിറ്റീവ് സൈൻ ആണ്. അപ്പൊ നമുക്ക് 7ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യാം. 7 മൈനസ് 3 ഈസ് 4. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക്. 18 ഇൻറ്റു 4, 8 into 4, 32. 2 here, 3 up. 1 4 is 4, 4 plus 3 is 7. അപ്പോൾ നമുക്ക് 72 എന്ന ആൻസർ കിട്ടി. 18 into 4 equals to 72 എന്ന് ഞാനിവിടെ എഴുതി കൊടുത്തു. ഇനി നമുക്ക് അടുത്ത RHS നോക്കാം. RHSൽ എന്താ തന്നിട്ടുള്ളത്? നമുക്ക് 18 into 7 plus 18 into minus 3. 18 into 7 ചെയ്ത് നോക്കാം നമുക്ക്. 18 into 7. 8 into 7 is 56. 6 here, 5 up. 1 into 7 is 7. 7 plus 5 is 12. 126 കിട്ടി. 126 ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. പ്ലസ് 18 into മൈനസ് 3. 18 into 3 ചെയ്യാം. 8 into 3, 24. 4 here, 2 up. 1 into 3, 3. 3 plus 2 is 5. 54. മൈനസ് സൈൻ ഉണ്ട്, അതുകൊണ്ട് മൈനസ് സൈൻ എഴുതി കൊടുക്കണം. 54 ഇവിടെ എഴുതാം. ഇനി എന്താ, ഇപ്പം നമുക്ക് 126 പ്ലസ് മൈനസ് 54 ആണുള്ളത് അല്ലേ? ഇനി അതിന് നമുക്ക് സോൾവ് ചെയ്യാം. എന്താ വേണ്ടത്? വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ പോസിറ്റീവ് സൈൻ തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് 126ൽ നിന്നും 54 സബ്ട്രാക്ട് ചെയ്യാം. 6 മൈനസ് 4 ഈസ് 2. 2 minus 5 is not possible. അപ്പോൾ നമുക്ക് 12 minus 5 നോക്കാം. നമുക്ക് 72 കിട്ടി. അപ്പോൾ നമുക്ക് 72 എന്ന് എഴുതി. ഇവിടെ നമ്മൾ LHS ചെയ്തപ്പോഴും നമുക്ക് 72 കിട്ടി. ഇവിടെ RHS ചെയ്തപ്പോഴും നമുക്ക് 72 എന്ന് തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതേണ്ടത്? LHS ഈക്വൽസ് ടു RHS, hence verified. എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താ നമ്മൾ ചെയ്തത്? രണ്ട് സൈഡും നമ്മൾ സോൾവ് ചെയ്തു അല്ലേ? ആദ്യം LHS സോൾവ് ചെയ്തു, പിന്നെ RHS സോൾവ് ചെയ്തു. ഇവിടെ എന്ത് പ്രോപ്പർട്ടിയാണ് നമ്മൾ കണ്ടത്? 18 കോമൺ ആയിട്ട് പുറത്തെടുത്തു. 7 പ്ലസ് മൈനസ് 3 എഴുതി. പിന്നെ 18 ഇൻറ്റു 7 പ്ലസ് 18 ഇൻറ്റു മൈനസ് 3 ഇങ്ങനെ എഴുതിയത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അല്ലേ? അപ്പോൾ എല്ലാവർക്കും ആ പ്രോപ്പർട്ടി കണ്ടാൽ തന്നെ മനസ്സിലാവണം. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഈ ചെയ്ത ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മളെല്ലാ പ്രോപ്പർട്ടീസിനെ കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇൻട്രഡക്ഷൻ വീഡിയോയിൽ വളരെ ക്ലിയർ ആയി ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് കാണണം. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. അത് കണ്ടിട്ട് വേണം നമ്മൾ ഈ സൊല്യൂഷൻ വീഡിയോ കാണാനായിട്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ, ഒരു വെരിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണത്. അതിൽ നോക്കാം നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത് എന്ന്. -21 ഇൻറ്റു -4 പ്ലസ് -6. ഇവിടെ -4 പ്ലസ് -6 ബ്രാക്കറ്റിൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈക്വൽസ് ടു -21 ഇൻറ്റു -4 പ്ലസ് -21 ഇൻറ്റു -6. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പ്രോപ്പർട്ടി എന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി തന്നെയാണ് അല്ലേ? എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ നമ്മൾ കുറേ ചെയ്ത് വരുമ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആവണം അല്ലേ? ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം എന്താണ് പ്രോപ്പർട്ടീസ് എന്നൊക്കെ. അപ്പോൾ നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് LHS എടുക്കാം. LHSൽ എന്തൊക്കെയുള്ളത് നോക്കിയേ. -21 ബ്രാക്കറ്റിനകത്ത് -4 പ്ലസ് -6.
ഇനി ഇതിനെ സോൾവ് ചെയ്യാം. -21 ഇവിടെ എഴുതി കൊടുത്തു ഇൻറ്റു -4 പ്ലസ് -6 എന്ന് പറയുമ്പോൾ രണ്ടും മൈനസ് സൈനാണ്. അതുകൊണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ കൊടുക്കാം. 4 + 6 is 10. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. -21 ഇൻറ്റു -10. അപ്പോൾ നമുക്ക് 21 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 210 ആണ്. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയത് നമുക്ക് 210 എന്നാണ്. ഡൗട്ടൊന്നുമില്ലല്ലോ? ചെയ്തതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? അപ്പോൾ ഇനി നമുക്ക് RHS നോക്കാം. RHSൽ എന്തൊക്കെയുള്ളതെന്ന് -21 ഇൻറ്റു -4 ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യാം നമുക്ക്. എന്നിട്ട് പ്ലസ് -21 ഇൻറ്റു -6. ഓക്കെ, ഇനി ഓരോന്നായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 21 ഇൻറ്റു -4 21 ഇൻറ്റു 4 ചെയ്യാം. 1 ഇൻറ്റു 4 4 ആണ്. 2 ഇൻറ്റു 4 8 ആണ്. അപ്പോൾ നമുക്ക് 84 എഴുതി. മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവാണ്. അപ്പോൾ പിന്നെ വേറെ സൈനിൻ്റെ ഒന്നും ആവശ്യമില്ല. 84 പ്ലസ് -21 ഇൻറ്റു -6. അപ്പോൾ നമുക്ക് 21 ഇൻറ്റു 6 നോക്കാം. 1 6 is 6. 2 6 are 12. 126 കിട്ടി. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം അല്ലേ? 126 പ്ലസ് 84. 6 + 4 10. 0 here. 1 up. 1 + 2 3. 3 + 8 is 11. 1 here. 1 up. 1 + 1 is 2. 210. ഇപ്പോൾ നോക്കൂ, ഇവിടെ 210 ആണ്, ഇവിടെയും 210 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? LHS equals to RHS, hence verified. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് എന്താണെന്നും അതെങ്ങനെ വെരിഫൈ ചെയ്യാമെന്നും ഒക്കെ മനസ്സിലായി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു എനി ഇൻറ്റിജർ എ വാട്ട് ഈസ് -1 ഇൻറ്റു എ ഈക്വൽ ടു. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻറ്റിജർ എ ആണെന്ന് വിചാരിക്കാം. അതിനെ -1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. -1 ഇൻറ്റു എ ഈസ് -a. ഇത്രയേ ഉള്ളൂ ഈ സൊല്യൂഷൻ. വേറെ കൂടുതലൊന്നുമില്ല. അത് ഏത് നമ്പറിനായിക്കോട്ടെ. അപ്പോൾ എക്ക് പകരം നമ്മൾ 2 ആണ് എഴുതിയതെന്ന് വിചാരിക്കാം. അപ്പോൾ -1 ഇൻറ്റു 2 ഈക്വൽസ് ടു -2 ആയിരിക്കും കിട്ടുന്നത്. എക്ക് പകരം 5 ആണെങ്കിലോ -1 ഇൻറ്റു 5 -5 കിട്ടും. എ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണല്ലോ. ഈ വേരിയബിളിന് പകരം ഏത് നമ്പർ എഴുതി കഴിഞ്ഞാലും ആ വേരിയബിളിൻ്റെ മൈനസ് സൈൻ കിട്ടും. -1 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. അത്രയേ ഉള്ളൂ ഇവിടെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഡിറ്റർമിൻ ദ ഇൻറ്റിജർ ഹൂസ് പ്രോഡക്റ്റ് വിത്ത് -1 ഈസ് 0. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഇൻറ്റിജേഴ്സ് തന്നിട്ടുണ്ട്. ഈ ഇൻറ്റിജേഴ്സിൽ ഏതുമായിട്ട് -1 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന് ആൻസർ കിട്ടും. അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. -22 ഇൻറ്റു -1 ആൻസർ എത്രയാണ് കിട്ടുന്നത്? നമുക്ക് മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് ആയിരിക്കും. 22 ഇൻറ്റു 1 22 തന്നെ. നമുക്ക് ആൻസർ കിട്ടിയില്ല. അപ്പോൾ ഇതല്ല നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ. അടുത്തത് നോക്കാം നമുക്ക്. 37 ഇൻറ്റു -1. 37 ഇൻറ്റു -1 is -37. It is not our required solution. Next one 0. 0 ഇൻറ്റു -1. 0 ഏത് നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വായിച്ചു നോക്കാം. സ്റ്റാർട്ടിങ് ഫ്രം -1 to 5 write various products showing some pattern to show -1 into -1 equals to 1. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താ? -1 into 5 എന്ന് തുടങ്ങി -1 into -1 equals to 1 എന്നെത്തുന്നവരുള്ള വേരിയസ് പാറ്റേൺസ് ഉണ്ടാക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഒരു നമ്പർ ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്പേഴ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ 0 1 2 3 4 5 5 വരെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 5 ഇവിടെ എഴുതി കൊടുത്തു. ഇനി നമുക്ക് ഇങ്ങോട്ട് -1 -2 -3 -4. ഓക്കെ, നമ്പർ ലൈനിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അത് പോയി കണ്ടാൽ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളൂ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? -1 ഇൻറ്റു -1 ഈക്വൽസ് ടു 1 എന്നെത്തുന്ന വരെയുള്ള ഒരു പാറ്റേൺ കണ്ടുപിടിക്കണം. -1 ഇൻറ്റു 5 എന്ന് തുടങ്ങിയിട്ട്
ഓക്കെ, അപ്പം നമുക്ക് 5 ആണ് ഇവിടെ ഉള്ളത്. 5-ൽ നിന്ന് ബാക്കിലോട്ട് 4-ലോട്ട് പോകണം, 3-ലോട്ട് പോകണം, 2-ലോട്ട്, 1-ലോട്ട്, 0-ലോട്ട്, -1-ലോട്ട്. ഇത്രയും എത്തണം നമുക്ക്. അപ്പം നമുക്ക് ആദ്യം ഈ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് തന്നെ എഴുതി കൊടുക്കാം. -1 ഇൻറ്റു 5 എത്ര കിട്ടുന്നത് നമുക്ക്? -5 ആണ്. ഇനി അതിൻ്റെ ശേഷം അതിൻ്റെ കണ്ടോ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 4-ലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് -1 ഇൻറ്റു 4 എന്ന് എഴുതാം. അപ്പോൾ ആൻസർ -4 കിട്ടി. -1 ഇൻറ്റു 3 എഴുതാം, -3, -1 ഇൻറ്റു 2 ഈക്വൽസ് ടു -2, -1 ഇൻറ്റു 1 ഈക്വൽസ് ടു -1, -1 ഇൻറ്റു 0 ഈക്വൽസ് ടു 0, -1 ഇൻറ്റു -1 ഈക്വൽസ് ടു 1. ഇതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞ പാറ്റേൺ. നോക്കിയേ, -1 ഇൻറ്റു -1 ഈക്വൽസ് ടു 1 വരെ നമ്മൾ എഴുതി. നമുക്ക് തന്ന -1 ഇൻറ്റു 5 ആണ് മേലെ കിടക്കുന്നത്. -1 ഇൻറ്റു -1 ഈക്വൽസ് ടു 1 വരെ ഒരു പാറ്റേൺ ഉണ്ടാക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ പാറ്റേൺ ഉണ്ടാക്കി. ഇനി ഇതൊന്ന് നോക്കിയേ, ഇവിടെ നമുക്ക് എല്ലായിടത്തും -1 ഒരു പാറ്റേണിൽ തന്നെ കിടക്കുന്നത് അല്ലേ. ഇവിടെ നോക്കൂ, 5 4 3 2 1 0 -1. അപ്പോൾ എന്താ, ഇത് ഡിക്രീസിങ് ഓർഡറിൽ അത് കിടക്കുന്നത്. അതൊരു പാറ്റേൺ തന്നെയാണല്ലോ. റൈറ്റ് വേരിയസ് പ്രോഡക്റ്റ് ഷോയിങ് സം പാറ്റേൺ, ഇങ്ങനെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് പാറ്റേൺസ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇത് -1 അങ്ങനെ വന്നു. ഇവിടെയാണെങ്കിലോ 5 4 3 2 1 0 -1, പിന്നെ -5 -4 -3 -2 -1 0 1 അങ്ങനെ. അപ്പോൾ ഈ ഒരു പാറ്റേൺ വന്നു. ഇനി നമുക്ക് വേറൊരു പാറ്റേൺ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഓരോ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ തൊട്ട് മുന്നത്തെ നമ്പറിനോട് 1 പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറുകളാണ്. ഒന്ന് നോക്കാം നമുക്ക്. അതായത് -5 എന്ന് പറയുന്നത് -6 + 1 ആണ്. അപ്പോൾ നമുക്ക് -5 കിട്ടുന്നു. ഈ -4 ആണെങ്കിലോ -5 + 1 ആണ്. അപ്പോഴാണല്ലോ -4 എന്ന് കിട്ടുന്നത്. ഇനി -3 ആണെങ്കിലോ തൊട്ട് മുന്നത്തെ നമ്പർ -4, -4 + 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -3 കിട്ടുന്നു. -3 + 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -2, -2 + 1 -1, -1 + 1 0, 0 + 1 1. കണ്ടോ ആ പാറ്റേണിൽ വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഈ പറഞ്ഞ സൊല്യൂഷൻസ് എല്ലാം മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ഇത് ചോദിക്കണം. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കണം. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. എന്നാൽ ശരി കൂട്ടുകാരെ, ബൈ ബൈ, താങ്ക് യു.